ഹായ് മക്കളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ. ഇന്ന് നമുക്ക് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൗണ്ട് വേവ്സ് അഥവാ ശബ്ദതരംഗങ്ങൾ എന്ന പാഠത്തെക്കുറിച്ച് പഠിക്കാം. നിങ്ങൾ ഇപ്പോഴേ തന്നെ എന്നോടൊപ്പം പഠിച്ചു തുടങ്ങണം. അല്ലാതെ പരീക്ഷയുടെ തലേന്ന് ലൈവ് കേട്ട് പഠിക്കാൻ നിൽക്കരുത്, ദയവ് ചെയ്ത് നിൽക്കരുത് നിങ്ങൾ. അപ്പോൾ അത്യാവശ്യം വലിയ ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്റർ. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നമുക്ക് സൗണ്ട് വേവ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ശബ്ദതരംഗത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ചലനങ്ങളെപ്പറ്റി നോക്കാം. ഇപ്പോൾ ഒരു കുട്ടി ഊഞ്ഞാലാടുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ആ കുട്ടി ഊഞ്ഞാലാടുമ്പോൾ ആ ഊഞ്ഞാലിൻ്റെ ചലനം എന്ന് പറയുന്നത് വർത്തുള ചലനമാണോ ദോലനമാണോ? വർത്തുളം മീൻസ് സർക്കുലർ മോഷനാണോ ഓക്സിലേറ്ററി മൂവ്മെൻ്റ് ആണോ എന്ന് നിങ്ങൾ പറയണം. ഓക്സിലേറ്ററി മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചലനം, ഊഞ്ഞാലാടുന്ന, അതായത് ക്ലോക്കിൻ്റെ പെൻഡുലും ഒക്കെ ചലിക്കുന്ന കണ്ടിട്ടില്ലേ? അത്തരം ചലനമാണോ ഊഞ്ഞാലാടുമ്പോഴുള്ളത് അല്ലേ? അങ്ങനെയുള്ള ചലനമല്ലേ? അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനം എങ്ങനെയുള്ള ചലനമാണ്? ദോലനം ആണ്. അപ്പോൾ പാഠപുസ്തകത്തിലെ ഒരു ചോദ്യം, ആദ്യത്തെ ചോദ്യം എന്താ? വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിംഗ് ഹാവ്? ഊഞ്ഞാലിൻ്റെ ചലനം ഏത് തരമാണ്? സർക്കുലർ ഓർ ഓക്സിലേറ്ററി? വർത്തുളം അല്ലെങ്കിൽ ദോലനം? അപ്പോൾ ദോലനം അല്ലെങ്കിൽ ഓക്സിലേറ്ററി എന്ന് പറഞ്ഞാൽ മുൻപോട്ടും പിൻപോട്ടും ഉള്ള ചലനത്തിനെയാണ് ദോലനം എന്ന് പറയുന്നത്. സർക്കുലേറ്ററി എന്ന് പറഞ്ഞാൽ വൃത്താകൃതിയിൽ പോകും. അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനം എന്തായാലും എങ്ങനെയാണ്? മുന്നോട്ടും പിന്നോട്ടും ഉള്ള ചലനമല്ലേ? അപ്പോൾ ആൻസർ എന്താ? ഓക്സിലേറ്ററി എന്നുള്ളതാണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്വിംഗ് വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഓക്സിലേറ്റിംഗ് ഫ്രം ഇറ്റ്സ് ഫ്രീ സ്റ്റേറ്റ്? അതായത് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ നടുക്കുള്ള O എന്ന സ്ഥാനമില്ലേ, അതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലന സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം എന്താ? ഈ ഊഞ്ഞാലിൻ്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന പടം നോക്കുമ്പോൾ ഊഞ്ഞാൽ സ്വതന്ത്രാവസ്ഥയിൽ നിന്നും ദോലനം ആരംഭിക്കുന്ന സ്ഥാനം ഏതാണ്? അതായത് നമ്മളിപ്പോൾ ആട്ടിവിടുന്ന സ്ഥലമുണ്ടല്ലോ, ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ കിടക്കുന്നു, ആ ഊഞ്ഞാലിൽ നിന്നും ഒരാൾ ഇരുന്നിട്ട് നമ്മളിങ്ങനെ അവരെ കൊണ്ടുപോകുന്നൊരു പൊസിഷൻ ഉണ്ടല്ലോ, അതിവിടെ എവിടെയായിരിക്കും? A ആയിരിക്കുമോ, B ആയിരിക്കുമോ, O ആയിരിക്കുമോ? O അല്ലേ? അപ്പോൾ ആൻസർ എന്താ? O. അപ്പോൾ നമുക്ക് എന്താണ് ഓക്സിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് നോക്കാം. ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻസ്. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. അപ്പോൾ എന്താണ് ദോലനം എന്ന് പറഞ്ഞാൽ? ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ. അത് പീരിയോഡിക്കായിട്ട്, അതായത് കൃത്യമായിട്ട് പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. ഇൻ വിച്ച് ആൻ ഓബ്ജക്റ്റ് മൂവ്സ് ടു എൻഡ് ഫ്രോ. മൂവ്സ് ടു എൻഡ് ഫ്രോ എന്ന് വെച്ചാൽ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം. അതായത് ക്ലോക്കിൻ്റെ ആ പെൻഡുലം ചലിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ, ക്ലോക്കിൻ്റെ പെൻഡുലം അങ്ങനെയാണല്ലോ, കൃത്യമായ ഇടവേളകളിൽ അത് മുന്നോട്ട് പോവുകയും പുറകോട്ട് വരികയും ചെയ്യും. ഊഞ്ഞാലാടുന്നതും ഏകദേശം അതുപോലെയല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസിലേഷൻ അഥവാ ദോലനം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് പാഠപുസ്തകത്തിൽ മറ്റൊരു ചോദ്യം നോക്കാം. ഇൻ ദ ഫിഗർ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ടു വൺ സൈഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ? ചിത്രത്തിൽ ഒരു തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്ര? 2A A/2A. അതായത് ചിത്രം ഇതാണ്. ഈ തുലനസ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ O ഇല്ലേ ചിത്രത്തിൽ, അതാണ് തുലനസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ നിന്നും ആ ബോളിനെ, അല്ലെങ്കിൽ ഒരു ബോൾ കെട്ടിത്തൂക്കി ഇതാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ഓയിൽ നിന്നും എത്ര ദൂരം മുന്നോട്ടും പുറകോട്ടും പോകാം എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓയിൽ നിന്നും മാക്സിമം B വരെ പോകാം, അല്ലെങ്കിൽ ഓയിൽ നിന്നും മാക്സിമം A വരെ പോകാം അല്ലേ? അപ്പോൾ OB ആണെങ്കിലും OA ആണെങ്കിലും പടത്തിൽ നോക്കിക്കുക, എന്താണ് ദൂരം അടയാളപ്പെടുത്തിയിരിക്കുന്നത്? A അല്ലേ? അപ്പോഴതിൻ്റെ ഉത്തരം എന്താണ്? A ആണ്. അപ്പോൾ ഈ ചിത്രം നോക്കിക്കേ. ഈ ചിത്രത്തിൽ
ആ നടുക്കുള്ള ബോളില്ലേ അതിൻ്റെ ആ പൊസിഷനെ എന്താണ് പറയുന്നത്? ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ സന്തുലന സ്ഥിതി എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം ബോളായാലും എന്തൊരു ബോളായാലും ഒരു നൂലിൽ കെട്ടി ഇങ്ങനെ അനക്കാതെ വെക്കുകയാണെങ്കിൽ നിശ്ചല അവസ്ഥയിലുള്ള ആ അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ സന്തുലന സ്ഥിതി എന്ന്. അപ്പോഴും നിങ്ങൾ നോക്കിക്കേ, അതിൽ നിന്ന് മാക്സിമം ഫോഴ്സിൽ മുമ്പോട്ട് തള്ളുക അല്ലെങ്കിൽ പുറകോട്ട് വലിക്കുക. എങ്ങനെ ചെയ്താലും ഇത് ഇങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ദോലനം ചെയ്യും ഇല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് മാക്സിമം പോകാൻ പറ്റുന്ന ഒരു ദൂരമുണ്ട് ആ ബോവിന്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ബോവിന് നമ്മൾ ഒരു ബലം കൊടുക്കുമ്പോൾ അതിന് ദോലനം ചെയ്യും, അത് മുന്നോട്ടും പിന്നോട്ടും പോകും. അപ്പോൾ ആ മുന്നോട്ടും പിന്നോട്ടും പോകുന്നതിന് ഒരു നിശ്ചിത ദൂരമുണ്ട്. അതിൻ്റെ മാക്സിമം പ്രഷർ കൊടുക്കുമ്പോൾ അതിന് മുന്നോട്ട് പോകാൻ ഒരു ദൂരമുണ്ട്. ആ ദൂരത്തിനെ നമ്മളൊരു പേര് പറയും. ആ ദൂരത്തിൻ്റെ പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിൻ്റെ മലയാളം എന്താ? ആയതി. അപ്പോൾ എന്താ ആയതി? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. ആയതി എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ എസ് ഐ യൂണിറ്റ് മീറ്റർ ആകുന്നു. അപ്പോഴെന്താ ആയതി എന്ന് പറഞ്ഞാൽ തുലന സ്ഥാനത്ത് നിന്നും, അതായത് നടുക്കുള്ള ആ സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ്. അപ്പം the magnitude of maximum displacement to one side from its equilibrium position is amplitude. The symbol of amplitude is A. The SI unit of amplitude is meter. M. അപ്പോൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്ക് പരമാവധി ദൂരം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ ദോലനം എന്താണ് അല്ലെങ്കിൽ ഓസിലേഷൻ എന്താണെന്ന് പഠിച്ചില്ലേ? ഒരു വസ്തു മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? വെൻ ഡസ് ദ സ്വിങ് കംപ്ലീറ്റ് വൺ ഓസിലേഷൻ? എങ്ങനെയാണ് ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നത്? ഊഞ്ഞാൽ ഒരാട്ടം പൂർത്തിയാക്കുന്നത് എപ്പോഴാണ്? ഓയിൽ നിന്നും എയിലെത്തി തിരികെ എയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഓയിൽ നിന്നും എയിലെത്തി അവിടെ നിന്നും ബിയിലേക്ക് തിരികെ എത്തുമ്പോൾ. ഇതിൽ രണ്ടിൽ എപ്പോഴാണ് ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നതാണ് ചോദ്യം. അപ്പോൾ ആ ചിത്രത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അവരെന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓയിൽ നിന്നും എയിലെത്തി തിരികെ ഓയിൽ എത്തുമ്പോൾ, അങ്ങനെയാണോ ഒരു ദോലനം എന്ന് പറയുന്നത്? ഓയിൽ നിന്നും എയിലെത്തി, അതായത് ഊഞ്ഞാൽ നമ്മൾ പുറകോട്ടെത്തിയിട്ട് തിരിച്ച് ആ ഊഞ്ഞാലിൻ്റെ സ്ഥാനത്ത് വരെ വരുമ്പോൾ ഒരു ദോലനം ആകുമോ? ഇല്ല, അത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകും ഇല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഓയിൽ നിന്നും എയിലെത്തിയിട്ട് തിരികെ ഓയിലെത്തുമ്പോൾ ഒരു ദോലനം ആവത്തില്ല. പിന്നെയോ ഓയിൽ നിന്നും എയിലെത്തിയിട്ട് അവിടെ നിന്നും ബിയിലെത്തും, പിന്നെ ഓയിലെത്തും, അപ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാവുന്നതല്ലേ? അതായത് ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓയിൽ തന്നെ തിരിച്ചു വരണം. ഇപ്പോൾ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എയിൽ നിന്ന് ഓയിലെത്തി പിന്നെ അത് ബിയിലെത്തി എയിലെത്തണം. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ തിരിച്ചു വരണം, അപ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാവുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് പീരിയഡ് എന്താണെന്ന് നോക്കാം. ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കാൾഡ് പീരിയഡ്. ഇറ്റ്സ് സിംബൽ ഈസ് ടി. എസ് ഐ യൂണിറ്റ് ഓഫ് പീരിയഡ് ഈസ് സെക്കൻഡ്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരിയഡ് എന്ന് പറയുന്നു. ഇത് ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരിയഡ് അളക്കുന്നത് സെക്കൻഡ് അല്ലെങ്കിൽ എസ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് പീരിയഡ്? അതായത് ഒരു ദോലനം, ഇപ്പോൾ ഊഞ്ഞാലാട്ടം ഒരാൾ ഇങ്ങനെ ആട്ടി വിടുന്നു, പിന്നെ അത് തിരിച്ച് ആ ആളിൻ്റെ അടുത്ത് തന്നെ വരുന്നു, അതാണ് ഒരു പീരിയഡ്. ദ ടൈം ടേക്കൺ ഫോർ ദ വൺ ഓസിലേഷൻ, ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം, ആ ടൈമിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ഊഞ്ഞാലാട്ടത്തിന് എടുത്ത ടൈം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പൽ എന്താണ്? ടൈമിൻ്റെ ടി ആണ് അതിൻ്റെ സിമ്പൽ. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ടൈമിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? സെക്കൻഡ്. അതുകൊണ്ട് എസ് ആണ് അതിൻ്റെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറ്റ് സിമ്പൽ ഈസ് ടി, എസ് ഐ യൂണിറ്റ് ഓഫ് പീരിയഡ് ഈസ് സെക്കൻഡ്, അതായത് എസ്. അപ്പോൾ പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ഈസ് കാൾഡ് പീരിയഡ്. ദ ടൈം ടേക്കൺ for one oscillation is called period.
പീരീഡ് നമ്മൾ എന്താണെന്ന് പഠിച്ചല്ലോ, അതിനെടുക്കുന്ന ടൈമാണ്. ഇനി അടുത്തത് ഫ്രീക്വൻസി. ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 second ഈസ് കാൾഡ് ഫ്രീക്വൻസി. ഇത് SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി ഈസ് ഹെർട്സ്. ഫ്രീക്വൻസി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ F. അതായത് 1 സെക്കൻഡിലുണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവർത്തി. ആവർത്തിയുടെ SI യൂണിറ്റാണ് ഹെർട്സ്. ആവർത്തി സൂചിപ്പിക്കുന്നത് F എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പോൾ എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 second. ഒറ്റ സെക്കൻഡ് കൊണ്ട് എത്ര ഓസിലേഷൻ ഉണ്ടായി, എത്ര ദോലനം ഉണ്ടായി എന്നുള്ളതാണ് എന്ത്? ഫ്രീക്വൻസി. ഒറ്റ സെക്കൻഡ് കൊണ്ട് എത്ര ദോലനം ഉണ്ടായി എന്നുള്ള എണ്ണമാണ്. എണ്ണം, ദ നമ്പർ. ആ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവർത്തി എന്ന് പറയുന്നത്. F എന്ന അക്ഷരം കൊണ്ടാണ് നമ്മളത് ആവർത്തിക്ക് F എന്ന അക്ഷരമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പം ദോലനത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? പെൻഡുലത്തിൻ്റെ ചലനം, പെൻഡുലം ഓഫ് എ ക്ലോക്ക്, മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നത്. ഗിത്താറിൻ്റെ കമ്പി തട്ടുമ്പോൾ ഒരു ഉണ്ടാകുന്നുണ്ട്, ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ഗിത്താർ സ്ട്രിങ് വെൻ പ്ലഗ്ഡ്, അതിങ്ങനെ ആകുമ്പോൾ അത് അതിൻ്റെ ആ സ്ട്രിങ് കമ്പനം ചെയ്യുന്നുണ്ട്. അതും എന്തിന് ഉദാഹരണമാണ്? ഓസിലേറ്ററി മോഷന് ഉദാഹരണമാണ്. അപ്പം മക്കളെ, നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഓസിലേഷൻ, ദോലനം, പീരിയഡ്, ആംപ്ലിറ്റ്യൂഡ്, അതായത് മലയാളം ആയതി, ഫ്രീക്വൻസി, ആവർത്തി. എന്താണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനത്തിനെയാണ് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. മുന്നോട്ടും പിന്നോട്ടുമുള്ള ഒരു ചലനം. അതായത് ഓയിൽ നിന്നും എയിലേക്ക് പോയി, തിരിച്ചത് വീണ്ടും ഓയിലെത്തി, വീണ്ടും അത് ഓയിൽ നിന്നും ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് തിരിച്ച് ഓയിലേക്ക് വരുന്നു. അതായത് ഓയിൽ നിന്ന് തുടങ്ങി ഓയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതിനെയാണ് ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനെടുത്ത ടൈം, അതിനെത്ര ടൈം എടുത്തു, അതിനെയാണ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പോൾ പീരിയഡ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. അത് T എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് പറഞ്ഞാൽ? എത്ര ദൂരം പോയി. ഇപ്പോൾ ഊഞ്ഞാലൊക്കെ നമ്മൾ മാക്സിമം ദൂരത്തിൽ ഇങ്ങനെ വലിച്ച് ആട്ടാറുണ്ട്. അപ്പോൾ അത് എത്ര ദൂരം പോകാൻ കഴിയും, അതിനെയാണ് അതിൻ്റെ ആയതി എന്ന് പറയുന്നത്. അതായത് ദൂരമാണ് ആയതി. A എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് സൂചിപ്പിക്കുന്നത്. ഫ്രീക്വൻസി എന്താണ്? ആവർത്തി. എത്ര എണ്ണം പോയി, അതായത് ഒരു നിശ്ചിത സമയത്തേക്ക് എത്ര എണ്ണം വന്നു അല്ലെങ്കിൽ എത്ര എണ്ണം ഓക്സിലേഷൻ ഉണ്ടായി, അതിനെയാണ് നമ്മൾ ആവർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, 4 ഡെഫിനിഷന് നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി പഠിച്ചു വെക്കണം കേട്ടോ. ഇതിൻ്റെ പാർട്ട് 2 ഇനി നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thanks for watching.